ഇല്ല നിഖിലോ ഡാൻസിനോട് പറഞ്ഞു നിഖിലോമിലുണ്ടോ എന്റെ പൊന്നെ പൊളിയായിരിക്കും. കാരണം ഇത് ഒരു ലോജിക് ഒന്നും ഇല്ലാത്ത കോമഡി ആയിരിക്കും. ഫുൾ ടൈം കോമഡി ആയിരിക്കും. കാരണം തുടക്കം മുതൽ അവസാനം വരെ കോമഡി ആയിരിക്കും. എനിക്കൊന്നൊരു ഫാന്റസി മോഡൽ സിനിമ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പഴയ രാജാക്കന്മാര് കോമാളികളായിട്ടുള്ള രാജാക്കന്മാരുടെ ആ ഒരു ഭരണമായിരിക്കാനാണ് സാധ്യത. ഫുൾ ടൈം കോമഡി ആയിരിക്കും. ത്രൂ ഔട്ട് കോമഡി സിനിമയാണ്. അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ആട് ഫസ്റ്റ് നമുക്കറിയാം, സെക്കൻഡ് നമുക്കറിയാം, 3 നമുക്കറിയാം. ഇപ്പൊ 3 വന്നിട്ടുണ്ട്. ഇതൊരു ഫാന്റസി ലെവലിൽ വന്ന ഒരു മൂവി ആവാനാണ് സാധ്യത. കാരണം ഇത് പണ്ട് ഇവിടെ ഈ കൊച്ചിയൊക്കെ ഭരിച്ചിട്ടുള്ള കുറെ ഗുണ്ടകളൊക്കെ ഇല്ലേ, അതായത് അവരെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു രാജഭരണം, മണ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാര്, അങ്ങനെയൊക്കെ ഒരു ഫാന്റസി മൂവിയിലായിട്ട് വരുന്നതാണ്. ത്രൂ ഔട്ട് കോമഡി ആയിരിക്കും. എന്തായാലും ഇത് 1 ഹിറ്റ് ആയിരിക്കും സിനിമ. അത് ഉറപ്പിച്ചു. നല്ല കിടിലം പടമാണ്. ദുരന്തറിന് വലിയ രണ്ടും 2 ജോണറുള്ള സിനിമയാണ്. ദുരന്തരം ഗംഭീര സിനിമയാണ്. അതിലും ഗംഭീരമായ സിനിമയായിട്ടായിരിക്കും ആട് മാറുന്നത്. കാരണം ആടെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളാണ് ആട് 1ഉം 2ഉം. അതുപോലെ 3യും ഗംഭീര സിനിമയാണ്. പിന്നെ ദുരന്തരം എന്ന് പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലും വിജയിക്കാൻ സാധ്യതയുള്ള ആട് 3 തന്നെയാണ്. ആട് 3 ഇറങ്ങും. എങ്ങനെയുണ്ട് എക്സ്പെക്ടേഷൻ ഒക്കെ? ആട് 3 ഭയങ്കര ഹിറ്റായിരിക്കും. ചില ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്, ചൈത്ര പോലെ ആൾക്കാരുടെ പടം കാണാൻ നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷെ പലരും വിചാരം പടം മോശമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പടം സൂപ്പർ ഹിറ്റായിരിക്കും. ഞാൻ ആട് 1 ആട് 2 കണ്ടതാണ്. എനിക്ക് വിജയ് ബാബു സ്റ്റാറിന്റെ ഫിലിമാണ്. പിന്നെ വലിയ സ്റ്റാർ ഇന്ദ്രൻസ് കുറെ ആൾക്കാരുണ്ട്. പടം കിട്ടുന്നതായിരിക്കും. ഫാന്റസി ബോർഡിലാണ്. പടം ഭയങ്കര ഹിറ്റായിരിക്കും. വലിയ ഹിറ്റായി മാറ്റി. ഇങ്ങനത്തെ വലിയ വലിയ ഹിറ്റുകൾ ഉണ്ടെങ്കിൽ മലയാളം സിനിമ പിടിച്ചേക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ്ഫുൾ ഹിറ്റായിരിക്കും. ജയസൂര്യൊക്കെ ലുക്ക് മാറിയിട്ടുണ്ടല്ലോ. മീശ ഇല്ലാതെ വന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ആരും കുഴപ്പമില്ല. ഇത് വേറെ ലെവലാണ്. വേറെ അതുക്ക് മേലെയാണ്. റിസ്ക് ഫാക്ടർ അല്ലേ മറ്റേ പീരീഡ് കാലത്തേക്ക് പോകുന്ന ഷാജി പവൻ? അത് കുറച്ച് ഫാക്ടറാണ്. പുള്ളിയുടെ മീശയാണ് മെയിൻ തിങ്. എന്തായാലും പടം ആട് 2 ആട് 1 ഭയങ്കര ആട് 1 ഫ്ലോപ്പ് ആയിരുന്നു. ആട് 2 ഭയങ്കര ഹിറ്റായിരുന്നു. എന്തായാലും ഒരു ഇൻട്രസ്റ്റ്ഫുൾ ഹിറ്റായി മാറട്ടെ. ഏത് ക്യാരക്ടറാണ് അണ്ണനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ഷൈജു കുറുപ്പുണ്ടോ ഇറങ്ങണോ? എല്ലാവരും ഇഷ്ടമാണ്. സർബത്ത് സമീറിന് എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും അടിപൊളിയാണ്. ഇങ്ങനെ പടം വലിയൊരു ഹിറ്റായി മാറട്ടെ. അണ്ണനെ വിളിച്ചിരുന്നു ആട് 3യിലേക്ക്? ഇല്ല, എന്നെ വിളിച്ചോണ്ട് ഇല്ല നിഖിലോമിലുണ്ടോ ഡാൻസിനോട് പറഞ്ഞു നിഖിലോമിലുണ്ടോ? റൂമറായ അതാണ് നിഖിലോമിലിന്റെ ഡാൻസ് കാണുമെന്നാണോ? നിഖിലോമിലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. നിഖിലോമിലിന്റെ ഐറ്റം ഡാൻസ് ആണ് അണ്ണനെ ഏറ്റവും കൂടുതൽ. ഐറ്റം ഡാൻസ് പറ്റില്ല. എന്നാലും പാടം ഭയങ്കര ഹിറ്റാവട്ടെ. ആട് 3 ആറട്ടെ. ഷാജിപ്പാപ്പൻ ലുക്കിലാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മള് പടത്തിന്റെ ഒരു ഫാൻസ് ആണ് നമ്മള്. ആ പടം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. അപ്പൊ പടം നല്ല ഹിറ്റാന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ലുക്ക് പിടിച്ച് വന്നത്. നമ്മള് അങ്ങനെ ഒത്തിരി നാൾ കൂടിയാ 2-3 പടം എതിരുള്ള ആ പടം 1 വർഷം കൂടിയാ ഇപ്പൊ വന്നിരിക്കുന്നത്. കാരണം ഈ പടത്തിന്റെ ഫാൻസ് ആയിട്ട് നമ്മൾ വന്നത്. അല്ല നമ്മൾ വരുന്നില്ലാതെ. ട്രെയിലറിനകത്ത് ഷാജിപ്പാപ്പൻ വേറെ ലുക്കിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കോസ്റ്റ്യൂം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് വർക്കൗട്ട് ആവും. കോസ്റ്റ്യൂം വർക്കാവും, പടവും വർക്കൗട്ട് ആവും. നമുക്ക് ആ കോസ്റ്റ്യൂം കുറെ അന്വേഷിച്ച് നമ്മള് കുട്ടനാട്ടിൽ നിന്ന് വരുവാ. അപ്പൊ നമുക്ക് ആ കോസ്റ്റ്യൂം ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് പഴയ ആട് 1ലെ കോസ്റ്റ്യൂം വന്നത്. അരക്കിലാബുനെ കണ്ടില്ലേ? പുളിയല്ലേ പടം? ഒരു സംശയമില്ല. തൂക്കം പടം. കിടിലം പടമായിരിക്കും. കാര്യം ആ പടം ട്രെയിലർ കണ്ടിട്ട് കിടിലം പടവാ. പിന്നെ സെക്കൻഡ് അറിയാലോ, നല്ല കളക്ഷൻ മേടിച്ച പടം, നല്ല പടം. അതുകൊണ്ട് തൂക്കുന്ന ഒരു കാര്യത്തിൽ സംശയമില്ല. ബാപ്പനെ പിള്ളേർ തൂക്കിയിരിക്കും. 2026 തുടക്കം തന്നെ ജയേട്ടൻ തൂക്കും. 2026 ജയേട്ടൻ ഫസ്റ്റ് തുടക്കം കേട്ടത് നമ്മുടെ ഒരു ആത്മവിശ്വാസം. അതും കിടിലം പടമാണ്. അതിന് മുമ്പാണ് ഇറങ്ങിയത്. അത് കാണാൻ ആളുണ്ട്. പക്ഷെ നമ്മൾ പക്ഷേ മലയാള പടത്തിലെ ജോലി കൊടുത്തല്ലോ. നമ്മൾ ഈ പടത്തിന്റെ ഫാൻസ് ആണ്.